നമസ്കാരം. ഞെട്ടിക്കുന്ന കഥയാണ് നമ്മൾ കേൾക്കാൻ പോകുന്നത്. 1959 നടന്ന ഇന്നും ലോകത്തിന് ഉത്തരം കിട്ടാത്ത ഒരു നിഗൂഢ മരണം. നിങ്ങൾക്കറിയാമോ, -30 ഡിഗ്രി തണുപ്പിൽ, അതായത് മരവിക്കുന്ന തണുപ്പിൽ, ഒരു കൂട്ടം ആളുകൾ വസ്ത്രം പോലും ധരിക്കാതെ തങ്ങളുടെ ടെന്റ് കീറി പുറത്തേക്ക് ഓടി രക്ഷപ്പെടാൻ ശ്രമിച്ചത് എന്തിനായിരുന്നു? അന്ന് ഇന്റർനെറ്റോ വാട്സാപ്പോ ഇല്ലാതിരുന്നിട്ടും ആ യാത്രയുടെ വിവരങ്ങൾ ലോകം അറിഞ്ഞതെങ്ങനെയാണ്? അമ്പരപ്പിക്കുന്ന ആ ചരിത്രത്തിലേക്ക് നമുക്ക് പോകാം. 1959 ജനുവരി 27 റഷ്യയിലെ യുറൽ മലനിരകളിലേക്ക് 9 അനുഭവസമ്പന്നരായ ട്രക്കേഴ്സ് യാത്ര തിരിക്കുന്നു. ഇഗോർ ദ്യാത്ലോവ് എന്ന എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥിയാണ് സംഘത്തെ നയിക്കുന്നത്. അവർ പോയത് ഹോളാച്ച് സ്യാഖിൽ എന്ന കൊടുമുടിയിലേക്കാണ്. പ്രാദേശിക ഭാഷയിൽ ഇതിനർത്ഥം മരണത്തിൻ്റെ മല എന്നാണ്. യാത്രയിലുടനീളം അവർ ഫോട്ടോകൾ എടുക്കുകയും ഡയറി കുറിപ്പുകൾ എഴുതുകയും ചെയ്തിരുന്നു. ഈ ഫിലിം റോളുകളും ഡയറികളും പിന്നീട് അന്വേഷണ സംഘം അവരുടെ ടെന്റിൽ നിന്ന് കണ്ടെടുത്തു. അതുകൊണ്ടാണ് പതിറ്റാണ്ടുകൾക്ക് ശേഷവും നമുക്ക് ഈ കഥ ഇത്ര വ്യക്തമായി അറിയാൻ കഴിയുന്നത്. ഫെബ്രുവരി 2-ാം തീയതിക്ക് ശേഷം അവരിൽ നിന്ന് യാതൊരു വിവരവുമില്ലാതായി. പിന്നീട് നടത്തിയ തിരച്ചിലിൽ കണ്ട കാഴ്ച ആരെയും നടുക്കുന്നതായിരുന്നു. അവരുടെ ടെന്റ് ഉള്ളിൽ നിന്ന് കീറിയ നിലയിലാണ്. എല്ലാവരും വസ്ത്രങ്ങൾ പോലുമില്ലാതെ അർദ്ധനഗ്നരായിരുന്നു. ഏറ്റവും വിചിത്രം, അവരുടെ ശരീരത്തിൽ പുറമെ പരിക്കുകളൊന്നുമില്ലെങ്കിലും എല്ലുകൾ തകർന്നുപോയ രീതിയിലുള്ള ആന്തരിക മുറിവുകളുണ്ടായിരുന്നു. സംഭവം അന്വേഷിച്ച അധികൃതർക്ക് പിന്നീട് ലഭിച്ചത് അസ്വാഭാവികമായ റിപ്പോർട്ടുകളാണ്. മൃതദേഹങ്ങളുടെ വസ്ത്രങ്ങളിൽ അസാധാരണമായ റേഡിയേഷൻ കണ്ടെത്തിയിട്ടുണ്ടായിരുന്നു. ചിലർ പറയുന്നത് അവിടെ സോവിയറ്റ് യൂണിയൻ രഹസ്യമായി എന്തോ സൈനിക ആയുധ പരീക്ഷണങ്ങൾ നടത്തിയിരുന്നു എന്നാണ്. പ്രദേശവാസികളായ മൻസി ഗോത്രവർഗക്കാർ അന്ന് ആകാശത്ത് വിചിത്രമായ വെളിച്ചം കണ്ടതായി മൊഴി നൽകിയിരുന്നു. എന്തായിരുന്നു ആ വെളിച്ചം? അതൊരു യുദ്ധവിമാനമായിരുന്നോ? അതോ മനുഷ്യന് അജ്ഞാതമായ മറ്റെന്തെങ്കിലുമോ? ഇവിടെയാണ് എല്ലാവർക്കും ഉണ്ടാകുന്ന വലിയൊരു സംശയം. -ഡിഗ്രിയിൽ വസ്ത്രം ധരിക്കാതെ എങ്ങനെയിരുന്നു? ഇതിനെ ശാസ്ത്രം പാരഡോക്സിക്കൽ അൺഡ്രസ്സിംഗ് എന്ന് വിളിക്കുന്നു. അതീവ തണുപ്പിൽ ശരീരം മരവിച്ചു തുടങ്ങുമ്പോൾ തലച്ചോറ് ആശയക്കുഴപ്പത്തിലാവുകയും ശരീരത്തിന് അമിതമായ ചൂട് അനുഭവപ്പെടുന്നതായി തെറ്റായ സന്ദേശം നൽകുകയും ചെയ്യും. ആ മരണവെപ്രാളത്തിൽ അവർ സ്വയം വസ്ത്രങ്ങൾ വലിച്ചൂരിപ്പോയതാകാം. എന്നാൽ എന്തായിരുന്നു അവരെ അത്രയും ഭയപ്പെടുത്തിയത്? എന്തിനാണ് അവർ ടെന്റ് കീറി പുറത്തേക്ക് ഓടിയത്? ചിലരുടെ വസ്ത്രങ്ങളിൽ അസാധാരണമായ റേഡിയേഷൻ കണ്ടെത്തിയിട്ടുണ്ട്. അന്യഗ്രഹ ജീവികൾ മുതൽ സൈനിക പരീക്ഷണങ്ങൾ വരെ നീളുന്ന പല സിദ്ധാന്തങ്ങളും ഇന്നും നിലനിൽക്കുന്നു. ആ തണുപ്പിൽ ഒരു വലിയ അപകടം സംഭവിച്ചാൽ ഉണ്ടാകുന്നത് പോലെയുള്ള ആന്തരിക മുറിവുകൾ അവർക്ക് എങ്ങനെ ലഭിച്ചു എന്നത് ഇന്നും ഉത്തരം കിട്ടാത്ത ഒരു ചോദ്യമാണ്. ശാസ്ത്രീയമായ പല വിശദീകരണങ്ങളും വന്നെങ്കിലും ഇന്നും ആ 9 പേർക്ക് എന്ത് സംഭവിച്ചു എന്നത് ഒരു വലിയ നിഗൂഢതയായി തുടരുന്നു. നിങ്ങൾ എന്താണ് വിശ്വസിക്കുന്നത്? അതൊരു സ്വാഭാവിക അപകടമായിരുന്നു, അതോ മനുഷ്യന് ചിന്തിക്കാൻ കഴിയാത്ത മറ്റെന്തെങ്കിലും? നിങ്ങളുടെ അഭിപ്രായം താഴെ കമൻറ്റ് ചെയ്യൂ. ഇതുപോലെയുള്ള അവിശ്വസനീയമായ കഥകൾക്കായി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്.